ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നോമ്പ് 7 അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് പത്തിരിയൊക്കെ തിന്ന് മടുത്ത് തുടങ്ങി. അപ്പം ഇന്ന് നൂൽപുട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് പത്തിരി ഉമ്മാക്ക് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ പത്തിരിപ്പൊടി തന്നെ ആണല്ലോ നൂൽപുട്ടിനും. അപ്പം പത്തിരി ഒക്കെ പൊടിയൊക്കെ ചാമ്പി വാട്ടിയൊക്കെ ചെയ്തു. ഇതാ നൂൽപുട്ട് ഞാൻ കറക്കിയെടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ നൂൽപുട്ട് എല്ലാം ഇങ്ങനെ കറക്കി വെച്ചതിന് ശേഷം അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇഡ്ഡലി ചെമ്പിലിട്ട് വേവിക്കുന്നത്. ഫസ്റ്റ് ഞാനൊരു വേറൊരു പാത്രത്തിലായിട്ട് ഇങ്ങനെ കറക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഒന്നിച്ചിട്ട് ഞാൻ വേവിക്കുക ചെയ്യുക. അപ്പം വളരെ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പം നൂൽപുട്ടൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം അതിനായിട്ട് ഞാൻ പട്ടാണിക്കറിയാണ് ഉണ്ടാക്കുന്നത്, ഗ്രീൻ പീസ് കറി. അപ്പോൾ അതിനായിട്ട് ഞാൻ കടല തലേ ദിവസം രാവിലെ എണീറ്റിട്ട് അത്താഴത്തിന് എണീറ്റപ്പോൾ വെള്ളത്തിലിട്ടതായിരുന്നു. അപ്പോൾ നന്നായിട്ട് പുതിർന്ന് വേവിച്ചതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം 3 കൂടി ഇട്ടിട്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തത്. അപ്പോൾ കറി അതിന് നൂൽപുട്ടിന് ഞാൻ ഗ്രീൻ പീസ് കറിയാണെന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ അരച്ച് വെച്ചത് അതിലേക്ക് കലക്കി കൊടുക്കുകയാണ്. അങ്ങനെ കറിയൊക്കെ സെറ്റായതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ഉള്ളി എടുത്തിട്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരു ഉള്ളി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മൈദപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് ഞാൻ ചെറിയ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അധികം സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ ചെറിയ രീതിയിലാണ്. അപ്പം കുറച്ച് ഉള്ളിവട ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സാധനം ഉള്ളിവടയാണല്ലോ. അപ്പം ഞാൻ വേഗം ചെയ്തെടുത്തതാണ്. പിന്നെ ഫ്രൂട്ട്സും വത്തക്ക ആയിരുന്നു, അതൊക്കെ റെഡിയാക്കി
അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ നോമ്പ് വിഭവങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ തരിപ്പായസം ഉണ്ട് കേട്ടോ, അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം